ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണ് നൗഷാദ്. തൻസീൽ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അടുത്തത് നമുക്ക് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗാസയിലെ കുട്ടികളെയും അവിടെയുള്ള വൃദ്ധരെയും വയോധികരെന്നും പറയാം, നമ്മുടെ ഉമ്മമാരെയൊക്കെ കൊന്നു തള്ളുന്ന ഒരു വിഭാഗമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭീകരമായ സൈനിക സന്നാഹങ്ങൾ ഗാസയെ തകിടുപൊടിയാക്കും, ഗാസയെ പിടിച്ചടക്കുക എന്നുള്ള ഉദ്ദേശലക്ഷ്യത്തോടെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യാതൊരു സഹതാവുമില്ലാതെ, ഒരു കരുണയുടെ ഒരംശം പോലും കാണിക്കാതെ ഹമാസിനോടാണെന്ന് ഏറ്റുമുട്ടലാണെന്നും പറഞ്ഞിട്ട് ഇവരിപ്പോൾ ചെയ്തു കൂട്ടുന്ന നരഹത്യകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒക്ടോബർ 7 മുതൽ ഇവർ ചെയ്തു കൂട്ടുന്ന ഈ പ്രവൃത്തിയുടെ അനന്തരഫലം ഇവർ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും ഒറ്റപ്പെടുത്താൻ തുടങ്ങി ഇവരെ. ആർക്കും ഇവരോട് വലിയ അനുഗമ്യമൊന്നുമില്ല. പലസ്തീനിനെ 948 മുതൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പല രീതിയിലുള്ള കെട്ടിച്ചമച്ച കഥകൾ ഉന്നയിച്ചാണ് തകർത്തുകൊണ്ടിരുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഇവരവിടെ നടത്തിയ കൂട്ടക്കൊലകളും അതുപോലെ 965 നടന്ന 6 ദിവസത്തെ 6 ഡേ വാർ, അതിന്റെ യഥാർത്ഥ കാരണക്കാരൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞിട്ട് മൊസാദിന്റെ ചാലനം ഉപയോഗിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തത്? സിറിയയിൽ നിന്നുള്ള തൊട്ടടുത്തുള്ള ഈജിപ്ഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അതിനടുത്തുള്ള മറ്റ് അറബ് കൺട്രീസിലെയും രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തിട്ട് 6 ദിവസത്തെ വാറിൽ ഫലസ്തീനിനെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൈയടക്കി ഇന്ന് കൂട്ടം നരഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഫലസ്തീനെ ഇനിയും ഞങ്ങൾ കീഴടക്കാൻ പോവുകയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യ കവചങ്ങൾ ഉണ്ടാക്കിയിട്ട് IDF-ന്റെ ഇസ്രായേൽ ടെററിസ്റ്റ് ഫോഴ്സ് എന്നാണ് അതിനെ പറയേണ്ടത്. അതല്ലാതെ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് ഫോഴ്സായി അതിനെ ഒരിക്കലും കണക്കാക്കാൻ സാധിക്കുകയില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഘട്ടം ഘട്ടമായി ഒക്കുപ്പേ ചെയ്തു ഇവര് ഈ ചെയ്തു കൂട്ടുന്ന നരഹത്യ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് നിങ്ങൾക്ക് കാലത്തും ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഒക്ടോബർ 7 മുതൽ IDF-ന് നഷ്ടപ്പെട്ടിരിക്കുന്ന സൈനികരുടെ എണ്ണം, പരിക്കേറ്റവരുടെയും വിവിധ മിലിറ്ററി ഹോസ്പിറ്റലുകളിലും അത്യാധുനിക വിഭാഗത്തിൽ കിടക്കുന്നവർ വേറെ. അതിനു പുറമെ അഷ്കലോണിലും അഷ്ദോദിന്റെ ഇടയിലുമായിട്ട് കിഴക്കൻ പ്രവിശ്യയിലാണ് ഈ ശ്മശാനം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. കൊണ്ടുപോയി അവിടെ കുഴിച്ചിടുകയാണ്. അതിന്റെ വീഡിയോ ആണ്, നോക്കിക്കോളൂ, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നാണംകെട്ട പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് ചെറിയ തോതിലൊന്നുമല്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടിരിക്കുന്നതും. പുറത്ത് വിടാതെ മാധ്യമങ്ങളെ കൊട്ടിയടച്ചിട്ട് അൽ ജസീറ പോലെയുള്ള വലിയ വലിയ മാധ്യമങ്ങളെ ജെറുസലേമിൽ നിന്നും ഓഫീസുകളടക്കം കൊട്ടിയടക്കപ്പെട്ട് അവിടെ നിന്നും പുറത്താക്കി. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ തന്നെ വാർത്തകൾ പുറത്തോട്ടേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, അതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ട് കൈയും കാലുമില്ലാതെ, കാരണം ഹമാസ് മുൻകൂട്ടി പറഞ്ഞതാണ്, നിങ്ങൾ ഗാസയിലേക്ക് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വികലാംഗരായിരിക്കും
ഈ രീതിയിലാണ്, ഈ 3 ഘട്ടങ്ങളിലാണ് നിങ്ങൾ ഗാസയ്ക്ക് പുറത്തേക്ക് പോവുക. അതല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇതാദ്യം പറഞ്ഞതാണ്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ IDF, ഇസ്രായേൽ ടെററിസ്റ്റ് ഫോഴ്സ്. ഇനിയും ഗാസയിലെ കൂട്ടക്കുരുതി നിർത്തില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിന് ചെറുതല്ലാത്ത പരിക്ക് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ലോകരാജ്യങ്ങളൊക്കെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സ്വന്തം കീഴിലേക്ക് ഇങ്ങനെ വള്ളി പിടിച്ചു നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ശബ്ദമുയർത്തി കഴിഞ്ഞു. നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. לא יאמן, לא יאמן. מיטב הבנים שלנו, מיטב הבנים שלנו.